ഞാൻ അന്ന് പറഞ്ഞ പോലെയൊക്കെ ചെയ്തില്ലായിരുന്നോ? പറഞ്ഞ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ആവാഹിച്ച പ്രതിമയും പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞിട്ട് ഇവിടെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞത്. സ്ത്രീണഞ്ച ചിത്തം പുരുഷസ്യ ഭാഗ്യം ദേവോന ജാനാമി കുതോ മനുഷ്യ എന്നാണ്. അതായത് സ്ത്രീകളെ മനസ്സും പുരുഷന്റെ ഭാഗ്യവും ദേവന്മാർക്ക് വരെ അറിയില്ല, പിന്നെയാണോ മനുഷ്യൻ. ഇതൊക്കെ സംഭവിക്കും. പക്ഷേ അത്രയും വലിയ എന്തൊക്കെയോ ദുരിതം ബാധകളൊക്കെ ഉണ്ട്. നമ്മള് എന്താ ഈ ഒന്ന് നോക്കി നോക്കുക ഈ വീടിന്റെ ചുറ്റ് എന്തൊക്കെ ദോഷം ഉണ്ടോന്നൊക്കെ. വരിക, നടക്കുക. സുഹിത്ത നിക്ക് നിക്ക് നിക്ക്. ഇതെന്താണ് സാധനം? ഇത് പണ്ട് ചങ്ങല ഇതായിരുന്നു, അങ്ങനെ കെട്ടിയതല്ല. അച്ഛൻ എവിടെ കെട്ടിട്ട് കെട്ടിത്തൂക്കിയതാ. ഇത് ആനയെ കെട്ടിയ ചങ്ങലയാണ്. ശരിയാ. എടോ വിഗതി കിട്ടാത്ത ഏതോ ആനയുടെ പ്രേതം ഉണ്ടാവും ഇവിടെ. ആനേന്റെ പ്രേതോ? അതാണ് എന്റെ ഇതൊന്നും കാര്യം നേരെയാവാത്തത്. ഭഗവാനെ, ആനക്ക് പ്രേതം ഉണ്ടാവും? ആനക്ക് എന്താ പ്രേതം ഉണ്ടാവില്ല? ജീവനുള്ള സാധനല്ലേ ആന. ഇനി അടുത്തും അപ്പം നമ്മള് ഈ കഴിഞ്ഞ പൂജയൊന്നും ഫലമാവേണ്ട കാര്യം ഇതാ. നീ വേറെ ഒന്ന് കഴിക്കണം, അടുത്ത മാസം ആവട്ടെ, വൃശ്ചിക മാസം കഴിക്കാം. പിന്നെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ കലാല ആയുധങ്ങൾ, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ പുറത്തിടാൻ പാടില്ല. ഒരു മള വീടിന്റെ മുകളിലേക്ക് വീണ് നടക്കും. ഇതൊക്കെ അപശകുന. അപ്പുറത്തേക്ക് നോക്കുമ്പോ അവിടേക്ക് നടക്കാം. ഇവിടെ ഈ കന്നിമൂല താണിട്ടാ അവിടത്തേക്കാളും. കന്നിമൂല ഉയർന്നിട്ടാ വേണ്ടത്. അതൊക്കെ ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കണ്ട. ആരാ അതിനൊക്കെ കുറ്റിയരിച്ചെന്ന്. ഇതെന്താണ് ഒരു കല്ല് കാണുന്നത്? ഇത് അച്ഛനെടുത്ത് എവിടുന്നോ കൊണ്ടുവന്നൊരു കല്ലാ. ഇത് സാധാരണ നല്ലതായിട്ട് തോന്നുന്നില്ല. എന്തോ വിളിക്കണോ എന്തോ ആണോ? എന്തോ ഇതുള്ളതാ. അതൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് പിന്നെ പരിശോധിക്കാം. അപ്പൊ അത് സൂക്ഷിച്ചോളൂ. അപ്പൊ അതാ ഒന്നും കൂടി ഇതാ വേറെ ഒന്നിതാ. എന്താ സാധനം? ഇല്ല, ഇത് കുളിക്കണമെന്നല്ല. ഇത് മുത്തശ്ശി പണ്ട് ഇങ്ങനെ പിടിച്ചതാണ്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അതൊന്നും നമുക്ക് അങ്ങോട്ട് നോക്കാം. അത് ആ മൂലം കൂടെ നോക്കാം. പിന്നെ ഇത് വിൽക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പൊളിക്കാണെന്നുള്ള. ഇതൊക്കെ പൊളിച്ചാൽ നന്നാവും അല്ലേ? ഇല്ല എങ്ങനെ ജീർണത ഒക്കെ നിങ്ങളെ മനസ്സിലും സ്വഭാവത്തിലും ഒക്കെ വരും. ആണല്ലേ? നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളും പൂജയൊക്കെ കൂടെ നമുക്ക് അടുത്ത ദിവസം തന്നെ നോക്കാം. ശരിയാക്കണം. ഇല്ലെങ്കിലൊക്കെ വിഷമാവും. ശരിയാവുമായിരിക്കും. എനിക്ക് ഇന്ന് വൈകുന്നേരം വേറൊരു പൂജ ഉണ്ട്. അപ്പം ഇവിടെ ഇരിക്കാനും ചായ കുടിക്കാനും സമയമില്ല. പോവാണ്. ഈ ഒരു സാധനം ഞാൻ കൊണ്ടുവന്നുണ്ട്. എനിക്ക് വളരെ ഐശ്വര്യമുള്ള സാധനം. അതാ വാങ്ങിക്കോളൂ. ധനലക്ഷ്മിയാണ് ഈ ഇതിൽ മുഴുവൻ പണാ. നല്ല എല്ലാ സാമ്പത്തികമായ എല്ലാ ബാധ്യതകളൊക്കെ തീരും. അതല്ലേ? വിശ്വാസിക്കുള്ളൂ. ഇഷ്ടായില്ലേ? എന്നാ ഞാൻ നടക്കട്ടെ. പിന്നെ കാണാം. ഞാൻ ഫോൺ വിളിച്ച് പറയാം. ഒരു മുണ്ടും കൂടി ഉടുപ്പിക്കായിരുന്നു. അതെ, ഈ വിജയലക്ഷ്മി വീട്ടിലുണ്ടായ. വിജയലക്ഷ്മി അല്ല, ധനലക്ഷ്മി. അതെ, ധനലക്ഷ്മി വീട്ടിലുണ്ടായ പുള്ളിയുടെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമോ? ഉറപ്പായിട്ടും. ഇനി അയാള് ഈ അടുപ്പിന് ഒഴിഞ്ഞിട്ട പൂച്ചയെ പോലെ ഇവിടെ തന്നെ കാണും. ഒരു ദിക്കിലേക്ക് പോവില്ല. എന്നാ പറയാ.